ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ കാറ്റഗിസം അവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൈദികരും സന്യസ്തരുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അടുക്കൽ കുമ്പസാരിക്കണം എന്നുള്ളത്. ശരിക്കും അടുക്കൽ കുമ്പസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? അതെയോ വർഷത്തിലൊരിക്കൽ മാത്രം കുമ്പസാരിച്ചാൽ മതിയോ? ആണ്ട് കുമ്പസാരം എന്ന വാക്ക് കേൾക്കാത്ത ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്കർ വളരെ വിരളമായിരിക്കും. എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിക്കുന്നതിനെക്കുറിച്ചാണ് ആണ്ട് കുമ്പസാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 1215 4-ാം ലാറ്ററൻ കൗൺസിലാണ് കത്തോലിക്കരായ എല്ലാ വിശ്വാസികളും വർഷത്തിലൊരിക്കലെങ്കിലും പശ്ചാത്തപിച്ച് കുമ്പസാരിക്കണമെന്ന് നിയമം കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരാനുണ്ടായ പശ്ചാത്തലം മറ്റൊന്നുമല്ല, യൂറോപ്പിൽ ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളിലും അബദ്ധ പ്രചരണങ്ങളിലുമെല്ലാം പെട്ട് ഒത്തിരിയേറെ വിശ്വാസികളായ നിഷ്കളങ്കരായ മനുഷ്യർ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യത്തിലാണ് ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്നുള്ള കാര്യം സഭ നിഷ്കർഷിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തെ വളച്ചൊടിച്ച് ഒരു പ്രാവശ്യം മാത്രം കുമ്പസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടും. അത് അബദ്ധമാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കറിയാം, നമ്മുടെ ശരീരം നമ്മൾ എല്ലാ ദിവസവും ശുദ്ധി വരുത്തും. അതുപോലെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ. മാരകമായ പാപങ്ങളിൽ അകപ്പെട്ടവർ ഏറ്റവും അടുത്തു മറ്റുള്ളവർ മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വളരെ നല്ലതാണ്. ക്രൈസ്തവരായ നമ്മെ പലപ്പോഴും കളിയാക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് പാപം ചെയ്താലും കുഴപ്പമില്ലല്ലോ, കുമ്പസാരിച്ചാൽ പോരെ എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ വന്ന് നമ്മുടെ പാപങ്ങൾ ചുമ്മാ ഏറ്റുപറയുന്നതല്ല കുമ്പസാരം എന്ന കൂദാശ. നമ്മൾ മനസ്തപിച്ച് ആ പാപങ്ങളെയൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് തമ്പുരാൻ്റെ മുൻപിൽ ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ള പ്രതിജ്ഞയോടെ ഏറ്റുപറയുമ്പോഴാണ് കുമ്പസാരം എന്ന കൂദാശ നമ്മളിൽ ഫലവത്തായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ 2 ആഴ്ചയിലൊരിക്കലെങ്കിലും, മറ്റുള്ളവർ 1 മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നത് വളരെ അഭികാമ്യമാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ.